ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 2026 മാർച്ച് 17 ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം അറിയിച്ചത്. ടെഹ്റാനിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് ഉന്നത കമാൻഡറായ ലാരിജാനി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇറാനിയൻ ഭരണകൂടത്തിലെ അതിശക്തനായ കൊല്ലപ്പെട്ട പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയുടെ വലങ്കൈയുമായിരുന്ന അലി ലാരിജാനിയെ ലക്ഷ്യമിട്ടാണ് ടെഹ്റാനിൽ രണ്ടാമത്തെ ആക്രമണം നടന്നത്. അലി ലാരിജാനിയെ കൂടാതെ ഇറാന്റെ പാരാമിലിറ്ററി വിഭാഗമായ ബസിജിന്റെ കമാൻഡർ ഗുലാം റസ സുലൈമാനിയും മറ്റ് നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ പങ്കുവഹിച്ചിരുന്ന വിഭാഗമാണ് ബാസിജ്. അതേസമയം ഇക്കാര്യത്തിൽ ഇറാന്റെ സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. നരകത്തിന്റെ ആഴങ്ങളിൽ അവർ ഖമേനിയോടൊപ്പം ചേർന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചത്. ഇറാനിലെ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവരെ ഇല്ലാതാക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാരിജാനിയുടെ മരണത്തെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ലാരിജാനിയുടെ പേരിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് മുൻകൂട്ടി എഴുതി വെച്ചതാണോ എന്ന് വ്യക്തമല്ല. ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായാണ് ലാരിജാനിയുടെ മരണം വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ആണവ ചർച്ചകളിലും നയതന്ത്ര തീരുമാനങ്ങളിലും നിർണായക സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ലാരിജാനി. ടെഹ്റാൻ, ഷിറാസ് തുടങ്ങി ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ഇന്നും ശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ മേഖലയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്.